ഇതൊരു പള്ളിയുടെ അകത്തളമാണ്. ഈ പള്ളിയുടെ അകത്ത് അമുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം പേരെ കാണുന്നുണ്ടല്ലോ. എന്താണ് സംഭവം എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇന്ന് നീറ്റ് എക്സാം നടക്കുകയാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും എക്സാം എഴുതാൻ വന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് എല്ലാ വർഷത്തെയും എന്നതുപോലെ ഈ വർഷവും എല്ലാവിധ സൗകര്യവും ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ആലുവക്കടുത്തുള്ള ശ്രീമൂല നഗരത്തെ ഹിറ ജുമാ മസ്ജിദ്. വഴിയാത്രക്കാരനും ദാഹിച്ചു പറയുന്നവനും അഗതികളെയും അനാഥകളെയും പരിചരിക്കാനും സംരക്ഷിക്കാനും പറയുന്നതാണ് ഇസ്ലാം. ഞങ്ങൾ പഠിച്ചേക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ആരും ഈ സമയത്ത് ദാഹിച്ച് ഞങ്ങൾക്കറിയാം ഈ ചൂടിൻ്റെ എഫക്റ്റ് അറിയാലോ. പ്രത്യേകിച്ച് നാട് വിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എന്താണ്. ഞങ്ങൾ എല്ലാ വർഷം ചെയ്യാറുള്ളതാണത്. അപ്പോൾ എത്ര പേര് എവിടെ നിന്നൊക്കെ കേരളത്തിൻ്റെ ഈ അറ്റം തുടങ്ങിയിട്ട് അങ്ങേയറ്റം വരട്ടെ, തിരുവനന്തപുരം തുടങ്ങിയിട്ട് കാസർഗോഡ് വരെ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കറിയാം ഒരു ദിവസം ഇത്ര മണിക്കൂറുകൾ ഇവിടെ ചിലവഴിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വിട്ടിരുന്ന അതിൻ്റെ സംഘാടകരും എല്ലാം നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചാൽ അല്ലേ. നമ്മുടെ കേരളം ഇതാണ്. ഇതിനെ വിഘടിപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്നുള്ള ഒരു ചലഞ്ചായിരിക്കും നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇതൊരു മാതൃകയാണ്. ഇതാണ് കേരളം. എന്നെ സംബന്ധിച്ചോളം എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ ഇവിടെ വന്നവർക്കൊക്കെ അതിനെ പറ്റി പറയുമായിരുന്നു. കാരണം ഇവിടെ വന്നൊരു 90% ആൾക്കാർ ഈ പള്ളിയിൽ വന്ന് AC റൂമിൽ ഇരിക്കുക, റെസ്റ്റ് ഹൗസ് പോലെ നമുക്ക് എല്ലാ സൗകര്യം, അതിലുപരി പഴം, മുന്തിരി, നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് എല്ലാവർക്കും കൊടുത്ത് നമ്മളിവിടെ കയ്യും കാലും കഴുകാൻ വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യവും തന്നു. ഒരു വലിയ കരുതലായിരുന്നു. കേരളത്തിന്റെ പുകൾപെറ്റ മതസൗഹാർദ്ദം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പുലരുന്നു എന്നതിന്റെ ഒരു മികച്ച മാതൃകയായിരുന്നു ഇവിടെ വന്ന എല്ലാവർക്കും ദാഹിക്കുന്ന മാത്രയിൽ ജ്യൂസും അതുപോലെ തന്നെ വിശക്കുന്ന സമയത്ത് പഴവും ഒക്കെ കൊടുക്കുന്നു. ഒരു മികച്ച ആതിഥ്യ മര്യാദ. അവിടെ പരീക്ഷ എഴുതാനുള്ള പ്രചോദനത്തിന് വേണ്ടി ഇവിടെ മുസ്ലിയാർ പ്രാർത്ഥിച്ചതിനും ഞങ്ങൾക്ക് അത് ഉൾക്കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനും, പിന്നെ ഇവിടെ ഞങ്ങൾക്ക് തന്ന രാവിലെ മുതൽ ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങൾക്ക് രാവിലെ വെള്ളം ഞങ്ങളുടെ മക്കൾക്ക് കൊടുത്തു വിട്ടേനും ഞങ്ങൾക്ക് വെള്ളം തന്ന് അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ തന്ന്. പക്ഷേ മുസ്ലിം പള്ളി ആരും കയറ്റാറില്ല. പക്ഷെ ഞങ്ങളോട് നിങ്ങൾ സഹകരിച്ചതിനും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നിങ്ങളോട് കടപ്പാടും നന്ദിയുണ്ട്. ഇത്ര ക്ലോസ് ആയിട്ട് ഒരു പള്ളിക്കകത്ത് കയറി ഇരുന്ന് വിശ്രമിച്ച് എല്ലാവിധ സൗകര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറയാൻ സംസാരിക്കും. പിന്നെ നമ്മളൊക്കെ ഓരോ കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ പല പല മതങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ആ മതമൊന്നുമല്ല ദൈവം കൊണ്ടുവന്നത്. ദൈവം കൊണ്ടുവന്നത് മനുഷ്യനും അമ്മ പെങ്ങന്മാർ കുടുംബമാണ്. മനസ്സിലല്ലേ? ആ ദൈവം ആരാണെന്ന് നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അത് ഇവിടെ ഇപ്പോൾ ഈ പള്ളിയിൽ മുഹമ്മദ് നബി അല്ല ആ ദൈവം എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അത് ഞങ്ങൾ യേശു അല്ല, കൃഷ്ണനല്ല, രാമനല്ല, അതിനേക്കാൾ അപ്പുറം ഒരു ജഗദീശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ കൈമുറിഞ്ഞാൽ വരുന്ന ബ്ലഡ് ഒന്നാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ശരീരത്തിന്റെ അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്നവരാണ്. അതിൽ ജാതി മതം നോക്കിയിട്ടല്ല. ഇതെല്ലാം ഓരോ ആളുകൾ സമുദായം ഉണ്ടാക്കിയാണ് അവരുടെ എന്തോ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. വീണ് കിടക്കുന്നവൻ, തല ഇറങ്ങി കിടക്കുന്നവൻ ആരാണെങ്കിലും അവിടെ തണൽ നിങ്ങൾ കണ്ടിട്ടുണ്ട ഒരു വാഹനം എല്ലാ ദിവസങ്ങളിലും ക്യാൻസറൊക്കെ ആയിട്ട് കിടക്കുന്ന വീടുകളിൽ പോയിട്ട് പരിചരിക്കുന്നതാണ് നമ്മളത്. അപ്പോൾ ജഗദീശ്വരൻ എന്നുള്ള സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും ഒന്നാണ്. ഈ സന്ദേശമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് നൽകാനുള്ളത്. അത് തന്നെയാണ്, നമ്മൾ ഒന്നാണ്, നമ്മൾ ഒന്നായിരിക്കണം.